ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അകലാപ്പുഴയിലേക്കൊന്ന് പോകാനുള്ള പരിപാടിയാണ്. നിലമ്പൂരിൽ ഞങ്ങൾ രാവിലെ 7 മണിയായപ്പോൾ യാത്ര തുടങ്ങി. സത്യത്തിൽ 2 മണിക്കൂറത്തെ യാത്രയാണ്, പക്ഷേ രാവിലെ ആണ്ട് ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി. 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലണമെന്നാണ് പറയുന്നത്. ഒരു ആലപ്പുഴയിലെ കുട്ടനാടിൻ്റെ ഒരു വൈബാണ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയുന്നത്. കാരണം നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളി രസമുള്ള സ്ഥലത്തൂടെയൊക്കെ നമുക്കുണ്ട്. ചാലിയാർ പുഴയുടെ തീരത്തോട് പോകുന്നുണ്ട്. ആ പാലമൊക്കെ കയറി ഇറങ്ങിയാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അങ്ങനെ മുന്നോട്ട് ഞങ്ങൾ ഏകദേശം കൊയിലാണ്ടി എത്തിയപ്പോൾ തന്നെ ഒരു റെയിൽവേ ക്രോസിൻ്റെ അവിടെയൊക്കെ ക്രോസ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കുറച്ചു നേരം റെയിൽവേ ക്രോസിൻ്റെ മുന്നിലൊക്കെ കിടന്ന്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പം ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. വളരെ ധൃതിയിൽ പണി നടക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും എത്തുന്നില്ല. അതും കാണാനൊക്കെ അടിപൊളിയുണ്ട്. രാവിലെ ആണ്ട് പിള്ളേരൊക്കെ ഭയങ്കര എനർജറ്റിക്കായിട്ടാണ്, പാട്ടും ബഹളവും അടിച്ച് പൊളിക്കുകയാണ്. ഇനി വൈകുന്നേരം ആകുമ്പോൾ അവസ്ഥ എന്തോന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും രാവിലെ അടിച്ച് പൊളിക്കട്ടെ അങ്ങോട്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഏകദേശം 10 മണി കറക്റ്റായപ്പോൾ ഞങ്ങൾ അകലാപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ബോട്ടിലോട്ടൊന്ന് കയറണം. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി സ്ഥലമാണ് ഇത് കേട്ടോ. ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളാണ്, പല സൈസിലുള്ള ഹൗസ് ബോട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറുതും വലുതുമായിട്ടൊക്കെയുള്ള സൂപ്പർ ഐറ്റംസ്. ഫുൾ എ സി ആയിട്ടുള്ള ഹൗസ് ബോട്ടുണ്ട്, അല്ലാതെ ഓപ്പൺ ആയിട്ടുള്ളതുണ്ട്. ഓരോത്തിനും ഓരോ റേറ്റാണ്, ഓരോ മണിക്കൂറിനാണ് ഇവിടെ റേറ്റ് പറയുന്നത്. ഞങ്ങളെടുത്തത് ഒരു മണിക്കൂർ 2000 രൂപയുടെയാണ്. എന്നാൽ ഈ കാണുന്ന ഹൗസ് ബോട്ടിന് ഏകദേശം 5000 രൂപയാണ് ഒരു മണിക്കൂറിന് അവർ പറയുന്നത്. ഫുൾ എ സി ആണ്, അടിപൊളിയാണ്. അതായത് ഞങ്ങൾ ആൾക്കാരൊക്കെ ബോട്ടിൽ കയറി നമ്മൾ അതിൻ്റെ ഫ്രാങ്കുമായിട്ടൊക്കെ സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ബോട്ടിൻ്റെ പേരാ കാണുന്നുണ്ടോ, അപ്പം ആ ഫ്രാങ്കാണ് അതിനകത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഏകദേശം നമ്മളൊരു 4 മണിക്കൂർ ഈ ബോട്ടിലൂടെ ഇങ്ങനെ കറങ്ങും. പിന്നെ ആ അടിപൊളി അകമൊക്കെ കാണുന്നുണ്ട്, സെറ്റപ്പാണ്. അതൊക്കെ സീൽ ചെയ്ത് ഇത് ഓടിക്കണമെങ്കിൽ എല്ലാവർക്കും ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് പ്രത്യേക ലൈസൻസ് ഒക്കെ വേണമെന്ന് അവർ പറയുന്നത്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം സുരക്ഷയുടെ ഭാഗമായിട്ട് പ്രത്യേക ലൈസൻസ് ഒക്കെ എടുക്കണം. ക്ലാസ്സിനൊക്കെ ഏകദേശം കുറേ ദിവസങ്ങൾ പോകണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ചുറ്റും അങ്ങും ഈ കായലിൻ്റെ 2 സൈഡിലും ഇഷ്ടം പോലെ തെങ്ങ്, അതും കായ്ഫലമുള്ള നല്ല തെങ്ങുകളാണ്. ഏതായാലും അവർ നമുക്ക് കുറച്ച് നേരം ഓടിക്കാനൊക്കെ തന്നു കേട്ടോ. അത് പറഞ്ഞു തരികയൊക്കെ ചെയ്തു ഞാൻ ഓടിക്കണമെന്നൊക്കെ. എൻ്റെ പുറകെ ഇരിക്കുന്ന ആൾ ഇത് പണ്ടത് എൻ്റെ പുറകെ ഇരിക്കുന്ന ആൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കുന്നുണ്ട്. പുതിയ കപ്പിത്താൻ നമ്മുടെ സാംസൺ ആണ്. സാംസൺ വല്ലയിടത്തും നോക്കിയാണ് ഓടിക്കുന്നതെങ്കിലും കയ്യൊക്കെ കറങ്ങുന്നുണ്ട്. കൊണ്ട് മുക്കിക്കളയായിരുന്നാൽ മതിയായിരുന്നു സാംസൺ കപ്പൽ. അടുത്ത കപ്പിത്താൻ ജോണാണ് വന്നിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുവാണ്. ഇതൊക്കെ കൊണ്ട് എത്തിക്കുന്നത് ദൈവത്തിനറിയാം. അടുത്തൊരു സഹോദരിയാണ് മെയിൻ കപ്പിത്താനായിട്ട് വന്നിരിക്കുന്നത്, കപ്പിത്തായായിട്ട് വന്നിരിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, വലിയ ബോട്ടായിട്ട് നമുക്ക് മുങ്ങുമെന്ന് പ്രതീക്ഷയില്ല. ഈ സൈഡ് നല്ല വ്യൂ ആണ്, നല്ല ആഴമുള്ള സൈഡാണെന്നാണ് പറഞ്ഞത് ഇവിടെയൊക്കെ. പിന്നെ ഈ കാണുന്നത് ഒരു തുരുത്താണ്, ഒരു ഐലൻഡ് പോലെ ഏരിയയാണ്. അതിനകത്ത് തന്നെ ബോട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് കാണേണ്ട ഒരു പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ്. ഏതായാലും ഇവിടെ വരുന്നത് നമുക്കൊരു നഷ്ടമാകത്തില്ല. നമ്മളവിടെ ദൂരെ കാണുന്നതൊരു വലിയൊരു ബോട്ടാണ്. നമ്മൾ ഇത്രയും ദൂരത്തായതുകൊണ്ടാണ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. ഏതായാലും അതിനകത്തും തെങ്ങും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം സെറ്റപ്പ് കേട്ടോ.
നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലം കാണാൻ പറ്റും. ആ പാലത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ആൾക്കാർ തന്നെ ബോട്ടവിടെ നിർത്തിയിട്ട് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. ഇപ്പം കാണുന്നത് ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്ത് ഇഷ്ടം പോലെ നീർനായ്ക്കളെ കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി നീർനായ്ക്കളെ കണ്ട്. അതേസമയം തന്നെ ഞങ്ങൾ ബോട്ടിൽ നല്ല അടിപൊളി പരിപാടികളൊക്കെ നടത്താറുണ്ടായിരുന്നു കേട്ടോ. അതിന് സമ്മാനമൊക്കെ പരസ്പരം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനൊരു അടിപൊളി യാത്രയായിരുന്നു ഇത്. ഞാൻ പറയാം നമ്മളങ്ങനെ കായലിലൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. മീനിനെ വളർത്തുന്ന ഒരു സെറ്റപ്പ് കേട്ടോ. ഇതിനകത്ത് മൊത്തം നെറ്റ് അടിച്ചിട്ടിട്ട് വലിയ ഡ്രമ്മിനകത്ത് സൈഡിൽ കെട്ടി വെച്ചേക്കുക ഒരു കമ്പി. അതിനകത്ത് ഇഷ്ടം പോലെ കരിമീനും അങ്ങനെയുള്ള മീനുകളെയൊക്കെ വളർത്തുന്നതാണ്. അതുപോലെ കല്ലുമ്മേക്കായൊക്കെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ വളർത്തുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നല്ല അടിപൊളി ബോട്ടുകളൊക്കെ നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ പറ്റും. ഇപ്പോൾ പുതിയൊരു സാങ്കാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോട്ട്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന നിമിഷത്തിലേക്ക് ഏകദേശം നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ ആഹാരം കൊണ്ടുവരും. ആഹാരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ അടുപ്പിച്ച് ഒരു നാടൻ ഫുഡ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ തന്നെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തേക്കുന്നതാണ്. അത് ഈ ബോട്ടിൻ്റെ ആൾക്കാർ തന്നെയാണ് നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. നമുക്ക് നിറഞ്ഞ അടിപൊളി ചോറും അവിയലും സാമ്പാറും തോരനും അതുപോലെ തന്നെ മീൻ വറുത്തതും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു നാടൻ ടേസ്റ്റൊക്കെ ആയിരുന്നു എല്ലാത്തിനുമൊക്കെ. മീൻ കഷ്ണമൊക്കെ വലിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ഒരു സഹോദരനാണ് നമുക്ക് വിളമ്പിത്തരുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഞങ്ങളൊക്കെ നല്ല ആസ്വാദമായിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിച്ച് സെറ്റപ്പായിരുന്നു പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയുള്ള ഏരിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഏതായാലും വള്ളക്കാരൊക്കെ നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു. നമ്മളോട് വള്ളം ഓടിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു തരികയും നമ്മളോട് സഹകരിക്കുകയും ചെയ്ത് ഞങ്ങളായാലും ഇവിടുന്ന് നേരെ അടുത്തോട്ട് പോവുകയാണ്. ഓക്കെ, വീണ്ടും കാണാം ഗൈസ്.